ഹായ് മാമജി. മുണ്ടടക്കാവാതെ ഡോർ. എടാ പതുക്കെ ഇങ്ങോട്ട് പോടാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞ് പോയതല്ലേ നീ? പിന്നെന്താ പെട്ടെന്ന് മടങ്ങിയത്? വരേണ്ട ഒരു കാര്യം ഉണ്ടായി, പറയാം. അല്ല, നിങ്ങളെവിടെ പോയതാ? അത് ഇവനൊരു പെണ്ണ് കാണല്. ആ, എല്ലാരും കൂടി വീടും പൂട്ടി പോയത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്നിട്ട് എന്തായി? ഇതെങ്കിലും ഒത്തോ? അതിന് ഇവനും കൂടി ഒന്ന് മനസ്സ് വയ്ക്കണ്ടേ? ഞങ്ങളുടെ കണ്ണടയും മുമ്പ് ഇവനൊരു ജീവിതം ഉണ്ടായി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സകല സൗഭാഗ്യങ്ങളും വാരിക്കോരി തന്ന ദൈവം ഞങ്ങളോട് ചെയ്ത ചതിയ ഞങ്ങളുടെ ഈ പുത്രൻ. മാമജി അമ്മ അന്തപുരത്തിന്റെ അപ്പോ ഇതും പാളി അല്ലേ അളിയ? എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പാളുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അളിയ, ഒരു പ്രശ്നമുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ഒഴിഞ്ഞുപോയൊരു തലവേദന വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? പുത്തൻപുരയ്ക്കൽ അച്യുതൻ നമ്പ്യാരുടെ കാര്യം. എന്താ പുറപ്പാട്? ഒരു തിരിച്ചുവരവനുള്ള പടയൊരുങ്ങുന്നുണ്ട്. പുത്തൻപുരയ്ക്കലെ കുടുംബക്ഷേത്രത്തില് ഇന്ന് വൈകിട്ട് വലിയൊരു പൂജ നടക്കാൻ പോവുക. മണിക്കുട്ട, സൂക്ഷിച്ചേ, കൈ പൊള്ളിക്കല്ലേ. സകുടുംബം രാമപുരത്തെ മണ്ണിലേക്കുള്ള ഈ മടക്കം വെറുതെ അല്ല, വേറെ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ. വീണ്ടും ഈ മണ്ണിൽ വേരുപിടിക്കാനുള്ള ശ്രമം നമ്മൾ അനുവദിച്ചു കൊടുത്ത രാമപുരത്ത് പണ്ടുണ്ടായിരുന്നതിന്റെ 10 മടങ്ങ് പ്രതാപം അയാൾ വീണ്ടെടുക്കും. അതിന്റെ ആദ്യ ചുവടാണ് ഇന്ന് വൈകുന്നേരം നാടൊട്ടുക്കും അറിയിച്ചുകൊണ്ട് ആൽത്തറ അമ്പലത്തിൽ നമ്പ്യാര് നടത്തുന്ന പ്രത്യേക പൂജ. അച്യുതൻ നമ്പ്യാര് ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. നിന്നാൽ പഴയ കഥകൾ പലതും മറന്നേക്ക് പുറത്തു വരും. നമുക്കത് ആപത്താണ് രാമനുണ്ണി. ഈ മണ്ണില് വീണ്ടും കാലുകുത്തിയത് തെറ്റായി പോയിന്ന് അച്യുതൻ നമ്പ്യാര് ഭയത്തോടെ തിരിച്ചറിയണം. അക്കാര്യം അളിയൻ എനിക്ക് വിട്ടേക്ക്. ഇന്ന് വൈകുന്നേരത്തെ പൂജ അച്യുതൻ നമ്പ്യാര് വിചാരിച്ച പൂജയായിരിക്കില്ല. പോറ്റി, പൂജയ്ക്കുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ടേ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിയേക്കണേ. എല്ലാം ആയി. ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇന്നത്തെ പൂജയുടെ കാര്യത്തില് ശ്രീയേട്ടന് ശ്രദ്ധ ഇത്തിരി കൂടുതലാണല്ലോ, അല്ലേ അമ്മായി? അവരെത്തിയല്ലോ.